സർ ഫ്രീ ആണോ സർ? വരൂ, ഇരിക്കൂ. സർ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ്. ആളിപ്പോൾ 10th പഠിക്കുകയാണ്. ആൾക്ക് ഭയങ്കര തലവേദനയാണ്. കണ്ണു ഡോക്ടറെ കാണിച്ചു, പക്ഷേ ഒരു മാറ്റവും ഇല്ല, കണ്ണൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ആ തലവേദനയെക്കുറിച്ച് കൂടുതൽ പറയൂ. സോ ഒന്നരാടം വിട്ടിട്ടാണ് ആൾക്ക് തലവേദന വരാറ്. തലവേദന വന്ന ശേഷം ആൾ റൂമിൽ കയറി ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യാറ്. ഭയങ്കര വോമിറ്റിംഗ് ആണ്. പെയിൻ കില്ലറൊക്കെ കൊടുത്തു, പക്ഷെ ഒരു രക്ഷയില്ല സർ. സിസ്റ്ററിൻ്റെ പ്രശ്നം മൈഗ്രെയിൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുത്താൽ മാത്രമേ മൈഗ്രെയിൻ മാറുള്ളൂ. സർ, അത് മൈഗ്രെയിൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വല്ല ടെസ്റ്റ് ഉണ്ടോ സർ? ഇത് മൈഗ്രെയിൻ ആണെന്ന് തിരിച്ചറിയാനായിട്ട് പ്രത്യേക ടെസ്റ്റുകളൊന്നും അവൈലബിൾ അല്ല. തലവേദന വരാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഇതിൽ തന്നെ ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന രോഗാവസ്ഥ. കണക്കുകൾ പ്രകാരം ലോകത്ത് 1 ബില്യൺ ആൾക്കാരോളം മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. മൈഗ്രെയിൻ പ്രധാനമായിട്ടും ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു രോഗനിർണയമാണ്. തലയുടെ ഒരു ഭാഗത്ത് വരുന്ന കഠിനമായിട്ടുള്ള തലവേദന, അതിനോടനുബന്ധിച്ച് ഛർദി, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള പ്രയാസം, ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോഴുള്ള പ്രയാസം, ഇതെല്ലാം മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയുന്ന രോഗാവസ്ഥയുടെ രോഗലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള തലവേദന 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അത് പലരിലും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള 5 തലവേദനകളെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് അക്യൂട്ട് മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ്, 2 മൈഗ്രെയിൻ പ്രൊഫിലാക്സിസ്. അക്യൂട്ട് മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നൽകുന്നത് ഒരു മൈഗ്രെയിൻ അറ്റാക്കുമായിട്ട് വരുന്ന രോഗിക്കാണ്. പലപ്പോഴും അതികഠിനമായിട്ടുള്ള തലവേദനയും ഛർദിയും ഒക്കെ ആയിട്ട് അത്യാഹിത വിഭാഗത്തിൽ വരെ അവർക്ക് ചിലപ്പോൾ ചികിത്സ നേടേണ്ടതായിട്ട് വരാറുണ്ട്. അതേസമയത്ത് മൈഗ്രെയിൻ പ്രൊഫിലാക്സിസ് നൽകുന്നത് ഇത്തരത്തിലുള്ള അക്യൂട്ട് മൈഗ്രെയിൻ അറ്റാക്കുകൾ തടയാൻ വേണ്ടിയിട്ടാണ്. അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. രോഗിയുടെ പ്രായം, അവരുടെ മറ്റ് രോഗാവസ്ഥകളെല്ലാം കണക്കാക്കിയിട്ട് അവർക്ക് ഉചിതമായിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അക്യൂട്ട് മൈഗ്രെയിൻ അറ്റാക്കുകൾ നല്ലൊരു ശതമാനം വരെ തടയാനും അതുവഴി രോഗിക്ക് സാധാരണഗതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡോക്ടർ നിങ്ങളോട് തലയുടെ സ്കാൻ എടുക്കാനായിട്ട് നിർദ്ദേശിച്ചേക്കാം. അത് പ്രധാനമായിട്ടും മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ടല്ല ഈ തലവേദനകൾ വരുന്നതെന്ന് ഉറപ്പാക്കാനായിട്ടായിരിക്കും. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നേടുക.